ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും NSSന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഇന്ത്യ ആൻഡ് കോളേജ് അറ്റ് 80 പരിപാടി തുടരുന്നു. പരിപാടിയുടെ ഭാഗമായി ആഭരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂരിലെ അലങ്കാർ ആഭരണ നിർമ്മാണ സംരംഭകയും ഡിസൈനറുമായ തനൂജയും ഷൈജയും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അതിന് ഒരു ഹെയർ ബാൻഡിന് അല്ല റെഡ് മുത്ത് കണ്ടതോ റെഡ് മുത്ത് ഈ ബൗളിലേക്ക് എല്ലാം ആഭരണ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളും ഡിസൈൻ രീതികളും പ്രായോഗികമായി പരിചയപ്പെടുത്തിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായി. തത്തമംഗലം പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ, പട്ടഞ്ചേരി ബഡ് സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലെ വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കെടുത്തു. കഴിവുകളെ തൊഴിൽ സാധ്യതകളുമായി ബന്ധിപ്പിക്കുകയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും നൽകുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. അവർക്കൊക്കെ തന്നെ ഒരു ജീവനോപാധി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവര് എത്ര കാലമാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക. അപ്പൊ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റാനായിട്ട് സാധിക്കണം. അപ്പൊ അതിനുള്ളൊരു ചെറിയൊരു ചുവടുവയ്പ്പാണ് അലൂമിനസ് ഫോറത്തിന്റെ നേതൃത്വത്തിലും NSSന്റെ ആഭിമുഖ്യത്തിലും നമ്മുടെ കോളേജിൽ ഇന്ന് നടത്തുന്നത്. ഓർണമെന്റ്സ് മേക്കിങ്ങിൽ നമുക്കിവിടെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് കണ്ണൂരിൽ നിന്നാണ് റിസോഴ്സ് പേഴ്സൺ എത്തിയിരിക്കുന്നത്. തനൂജ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അലൂമിനസ് ഫോറം സ്വീകരിക്കുന്ന ആ ഒരു പ്രയത്നം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയും ദൂരത്തു നിന്ന് റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവന്ന് കോളേജിലെ സ്പെഷ്യൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പരിപാടി ഓർണമെന്റ്സ് മേക്കിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ആനപ്പട്ട നിർമ്മാണ പരിശീലനവും ഉണ്ടായിരുന്നു. ജലജ രവിശങ്കർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന്റെ ചരിത്രവും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം പുതുതലമുറയിൽ ദിശാബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തുക ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 11 മുതൽ 15 വരെയാണ് ഇന്ത്യ ആൻഡ് കോളേജ് അറ്റ് 80 പരിപാടി സംഘടിപ്പിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.